ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയും കൂടെ പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ ആര്യൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം മിത്ര മനസ്സിലാക്കണം കേട്ടോ. ട്രാവൽ ഏജൻസി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആൾ കഴിഞ്ഞ് ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. പിന്നെ ആനന്ദേട്ടനോട് സംസാരിച്ചപ്പോൾ ദേവിയെടുത്തെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നുന്നു, അത് അവരുടെ കാര്യമല്ലേ, എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലൻ പതിവ് പോലെ ജോലിക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഗോമതിയുടെ കയ്യിൽ നിന്നും ബാഗും പേഴ്സും ഒക്കെ ആയിട്ട് വാങ്ങി തിരിച്ച് ബാഗും താക്കോലും ഒക്കെ ആയിട്ട് തിരിച്ച് വാങ്ങിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഞാനും വരുന്നുണ്ട് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അങ്ങോട്ട് വരുന്നത്. ആനന്ദ് നീ അങ്ങോട്ട് വരുന്ന അച്ഛാ, ഞാനും വരുന്നുണ്ട്, എനിക്ക് ഇന്ന് മുതൽ ഗോമതി സ്റ്റോറിൽ ഞാനും ഉണ്ടാവും. അതെന്തിനാണ്, നിനക്ക് ജോലിക്ക് പോകണ്ടേ? ഇല്ല അച്ഛാ, ഫർണിച്ചർ ഷോപ്പിൽ ജോലി ഞാൻ ഉപേക്ഷിച്ചു. അതെന്തിനാ അങ്ങനെ, നല്ല ജോലിയല്ലായിരുന്നോ എന്ന് ആകാശും ആര്യനും കൂടെ വന്ന് പറയാണ്. അതല്ല, ഗോമതി സ്റ്റോറിൽ ഇപ്പം അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനും കൂടെ പോയി സഹായിച്ചോളാം. അന്നേരം നമ്മുടെ ആര്യം പറയാനുണ്ട്, ഏട്ടാ അച്ഛനെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ ആകാശേട്ടനില്ലേ, പിന്നെ വേണമെങ്കിൽ ഞാനും ഉണ്ടല്ലോ, വെറുതെ എന്തിനാ നല്ലൊരു ജോലി ഏട്ടൻ കളയുന്നത്, ഏട്ടൻ പൊക്കോ. ഇല്ലടാ, എനിക്കിനി അവിടെ പോകാൻ യാതൊരു താല്പര്യമില്ല. നമ്മുടെ കടയാകുമ്പോൾ ഇത്തിരി മനസ്സമാധാനവും സ്വസ്ഥതയൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം, അതുകൊണ്ടാണ്. അപ്പം മനസ്സിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് ആനന്ദ് സ്വയം ചിന്തിക്കുന്നുണ്ട്. ഇവരോട് പറയുകയും ചെയ്യാണ്. അപ്പോൾ ഗോമതി പറയാണ്, ശരിയാണ്, ആനന്ദിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ബാലേട്ടൻ അവൻ കൂടെ വന്നോട്ടെ. ബാലേട്ടൻ ഒറ്റയ്ക്കല്ലേ ഇപ്പം കടയിലും, എന്തായാലും വേറെ ഒരാൾ ദേവിയാണല്ലോ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്, ദേവി ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ ആനന്ദ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ നമ്മുടെ കൺമുന്നിലിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, അവനെ കൂടെ കൊണ്ടുപോകും ബാലേട്ടാന്ന് പറയാം. ആ ശരി, എന്നാൽ നീ കൂടെ വാന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദ് അച്ഛൻ്റെ കൂടെ നേരെ ഗോമതി സ്റ്റോറിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കടയിൽ ആളുണ്ട്, രാമേട്ടനുണ്ട്. അപ്പോൾ രാമേട്ടൻ ഇത് കാണുമ്പോൾ വിചാരിക്കുകയാണ്, ആഹാ ഇവരെന്താ സ്കൂട്ടറൊന്നും എടുക്കാതെയാണോ വന്നേ, ആനന്ദാണോ ഇവനെ കൊണ്ടുവിട്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻ പറയാം, വാ മോനെ അകത്തേക്ക് കയറി വാന്ന്. അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ആ നീ എന്താടാ വണ്ടി എടുത്തില്ലേ? അതല്ല, ഞാൻ വണ്ടി എടുക്കാഞ്ഞിട്ടല്ല രാമേട്ടാ, ഇവൻ ഇന്ന് മുതൽ ഇവിടെ ഉണ്ടാവും. ആര്? ആനന്ദ് എന്താ ജോലിക്ക് പോയില്ലേ? ഇല്ല, അവൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല, ഇവിടെ ഉണ്ടാവും എന്നാണ് പറയണത്. അത് ശരി, ഇവിടെ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, തിരക്ക് വരുമ്പോൾ എന്തായാലും ആൾ വേണമല്ലോ, പോരാഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇരുന്നൊരാളും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് ദേവിയെ വെച്ച് പറയാണ്. അപ്പോൾ രാമേട്ടൻ പറയാം, ഓ അത് ശരി, അങ്ങനെയാണെങ്കിൽ മോനെ ഇവിടെ ദേവിക്ക് പകരം വേറൊരാളെ നോക്കുകയാണെങ്കിൽ ദേവി തന്നെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് രാമേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആനന്ദിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടാട്ടോ. അത് കാണാണ് രാമേട്ടൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിനക്ക് വിഷമമായോ, അതോ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല, പിന്നെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് രാമേട്ടനോട് യാതൊരു ദേഷ്യവുമില്ല. എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരാളുടെ കുറവുണ്ടല്ലോ, അതും കൂടെ കൊണ്ടാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞൊരു കാര്യം എനിക്ക് വിഷമമൊന്നുമില്ലെങ്കിലും, പക്ഷേ ഇനി രാമേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കുക ചെയ്യരുത്. എനിക്കത് ശരിയാവില്ല, എൻ്റെ മനസ്സിനത് ശരിയാവില്ല, അതുകൊണ്ട് ഇനി സംസാരിക്കരുത്. ഇല്ല മോനെ, ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല, നിൻ്റെ തീരുമാനം അനുസരിച്ചല്ലേ നിൻ്റെ ജീവിതം പോകാനായിട്ട് എന്ന് പറയാം. ആ ശരി, എന്നാൽ പിന്നെ ഒരു കസ്റ്റമർ വരുമ്പോൾ രാമേട്ടൻ പറയാം, അതേ കസ്റ്റമർ എത്തി, ആനന്ദേ ഉദ്ഘാടനം നടത്തിക്കോ. ആ 2 പാല് വേണമെന്ന് അയാൾ പറയാം. സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മൾ ആനന്ദ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇത് ബാലേട്ടൻ്റെ മൂത്ത മകനല്ലേ? ആ അതെ, അവൻ ഇനി മുതൽ എവിടെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് അയാൾ പറയാം. അപ്പോൾ രാമേട്ടൻ പറയാം, അറിഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അയാൾ പറഞ്ഞിട്ട്, രാമേട്ടാ പിന്നെ നിങ്ങളുടെ അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബഷീർക്കയുടെ സ്ഥലമില്ലേ, കുറച്ചാളുടെ കേസിൽ പെട്ട് കിടന്ന സ്ഥലം, അതാരോ വാങ്ങി കേട്ടോ, അവിടെ എന്തൊക്കെയോ പണിയുണ്ട് എന്ന് അയാൾ പറയാം കേട്ടോ. അപ്പോൾ തന്നെ രാമേട്ടൻ ചോദിക്കേണ്ടത്, ആരാടാ വാങ്ങിച്ചത്? അത് കേസിൽ കിടന്നില്ലേ? കേസും കൂട്ടമൊക്കെ കഴിഞ്ഞുന്നേ, അതാരോ ഏതോ പണച്ചാക്കാരന്മാർ തന്നെയാണ് വാങ്ങിച്ചത്, എന്തോ അവിടെ കെട്ടുന്നുണ്ട്. എന്താ അവിടെ കെട്ടുന്നത്? എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രൊഫഷണൽ സ്റ്റോർ ആണെന്ന് തോന്നുന്നു എന്ന് ഇയാൾ പറയാം കേട്ടോ. അപ്പോൾ രാമേട്ടൻ അന്തം വിട്ട് പോവാ, ഇതിന് തൊട്ടടുത്തൊരു പ്രൊഫഷണൽ സ്റ്റോറോ? അപ്പം ബാലൻ പറയണ്ട്, ഓ ഇതൊന്നും കേട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ജീവിക്കണമല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ ഈ ഗോമതി സ്റ്റോർ ആദ്യം വന്നപ്പോഴേ ഇവിടെ 2-3 കടകൾ വേറെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നില്ലേ, പിന്നെയാണോ ഇത്? അല്ലെങ്കിൽ തന്നെ എനിക്കിനി ആരോടും മത്സരിക്കാനൊന്നും നേരില്ല, ആരോ അവിടെ തുടങ്ങേ എന്തോന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് ബാലനും പറയണം. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല, അവരായി എല്ലാവർക്കും ജീവിച്ച് പോകണമല്ലോ, അവരവരെ ഇഷ്ടംപോലെ എന്ത് വേണം ആയിക്കോട്ടെ എന്ന്. പക്ഷേ ആണത്തിന് ചെറിയൊരു സംശയമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ, ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ, വല്ലാത്ത പരിഭ്രമമുണ്ട്. കുറച്ച് കഴിയുമ്പം അവിടെ തൊട്ട് നാളെ എങ്ങാണ്ട് ഉദ്ഘാടനമാണല്ലോ, ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. സുകന്യയും കൂട്ടി നമ്മുടെ അച്യുതൻ വന്നിട്ടുണ്ട് കേട്ടോ, ഇന്ദിരാ സ്റ്റോറ്. അപ്പം
അവിടേക്ക് നേരെ വന്നിട്ടുണ്ട് വലിയൊരു കട. അതിൻ്റെ മുന്നിൽ സുകന്യയും അച്യുതനും കൂടെ കാറിൽ വന്ന് ഇറങ്ങാണ്. അപ്പോഴത്തേക്കിനും സുകന്യ അവിടെ നിന്ന് ആളിനോട് ചോദിക്കുന്നുണ്ട്, എടാ പണിയൊക്കെ എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി അച്യുതേട്ടാ, നാളെ ആകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിക്കോളൂ എന്ന് പറയാം. അപ്പം നമ്മുടെ സുകന്യ ചോദിക്കുന്നുണ്ട്, അച്യുതേട്ടാ ഇത് ആരുടെ കടയാണ്? പുതിയ കടയാണോ? ആ പുതിയ കടയാണ്, ഉദ്ഘാടനമൊന്നും ആയിട്ടില്ല. കട ആരുടേതാ? പരിചയക്കാരുടെ ആരുടെയെങ്കിലും ആണോ? എടി മണ്ടി, നിനക്കിതുവരെ മനസ്സിലായില്ലേ? ഇല്ല. പിന്നെ ഇത് നമ്മുടെ കടയാ. നമ്മുടെയോ? അതേടി, ധർമ്മൻ്റെയും നിൻ്റെയും കട. അതെയോ? നമ്മുടെ സുകന്യ വാ പൊളിച്ചിങ്ങ് നിൽക്കോട്ടോ. അതെയോ? നാളെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് ഈ ഷോപ്പാണ്, ഇന്ദിരാ സ്റ്റോഴ്സ്. അയ്യോ, ഇന്ദിരാ സ്റ്റോഴ്സ് എൻ്റെ കട, ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സുകന്യക്ക് ഇതുപോലൊരു സന്തോഷമില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ കടയ്ക്കകത്ത് കയറി ചിലപ്പോൾ കട നിറച്ചും സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓടി വരുവാണ്. എന്നിട്ട് അയ്യോ, ഇന്ദിര സ്റ്റോഴ്സ് നാളെ ഉദ്ഘാടനം ചെയ്യുന്ന കട. എൻ്റെ അച്യുതേട്ടാ, ഞാൻ സ്വപ്നം കാണുകയല്ലല്ലോ അല്ലേ? എൻ്റെ അമ്മേ, എനിക്ക് വയ്യേ, ദൈവമേ, സന്തോഷം കൊണ്ടിട്ട് എനിക്ക് സങ്കടം വരുവാണേ. അയ്യോ, എന്നാലും എൻ്റെ അച്യുതേട്ടൻ എന്നെയും കൊണ്ട് വന്നപ്പോഴേ വേറെന്തോ സാധനം വാങ്ങാനായിട്ട് എന്നെയും കൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. അച്യുതൻ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അത് കൃഷ്ണമകത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റുന്നതായിരിക്കും. അയ്യോ അച്യുട്ടാ, എന്നാലും ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്, ഇതിന് തൊട്ടപ്പുറത്തല്ലേ ഗോമതി സ്റ്റോർ? അതെ. അല്ല, അതിപ്പോൾ ധർമ്മേട്ടൻ അറിയുമ്പോൾ പ്രശ്നമാവില്ലേ എന്ന് സുകന്യ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം അവൻ ഉണ്ടാക്കിയാൽ അത് നേരത്തെ കൂട്ടി തയ്യാറാക്കി ഇരിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കടയിടാത്ത് തരാമെന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളെ എടുത്തങ്ങ് പൊട്ടിക്കുക എൻ്റെ തലയ്ക്ക് ഓളവുമില്ല. കരുതിക്കൂട്ടി തന്നെയാണ് ഞാൻ ഈ കടയെല്ലാം ചെയ്തത്. ധർമ്മൻ്റെ കട തുടങ്ങുന്നത് ബാലൻ്റെ കടയ്ക്ക് അടുത്ത് തന്നെയായിരിക്കണം. ഇന്ദിരാ സ്റ്റോർ വരുന്നതോടെ ഗോമതി സ്റ്റോർ വേണം. അതാണ് വേണ്ടത്. ചിലതൊക്കെ മനസ്സിൽ കണ്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത്. ഗോമതി സ്റ്റോറിൻ്റെ അടുത്തായിട്ട് നിനക്ക് വല്ല മനപ്രയാസമുണ്ടോ? എങ്കിൽ ഞാൻ മറ്റാർക്കെങ്കിലും മറിച്ചു കൊടുക്കാം. അയ്യോ അച്ചൂട്ടാ, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്കങ്ങനെയൊന്നുമില്ല. ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കട തുടങ്ങണം, അതാണ് വേണ്ടത്. കള്ളനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരറിയണം നോവിച്ച് വിട്ടത് ഒരു പാമ്പിനെയാണെന്ന്. അങ്ങനെ പറ. പിന്നെ സുകന്യം, നാളെ ധർമ്മൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ നീ വേണം കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളണം. എനിക്ക് ദേഷ്യം വന്നാൽ ഇതെല്ലാം പൂട്ടി താക്കോൽ കൊടുത്ത് ഞാൻ എൻ്റെ പാടിക്ക് പോകും കേട്ടല്ലോ. അച്ചോട്ടാ, ഈ സുകന്യ ഈ കടയുടെ ഓണർ, ധർമ്മേട്ടന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയെങ്കിലും ഞാനിത് വിട്ടുകളയില്ല. ഈ അച്യുതേട്ടൻ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കട തുടങ്ങിയത് അത് ഈ സുകന്യ സാധിച്ചു തരും. ഗോമതി സ്റ്റോർ നമ്മൾ പൂട്ടിക്കും. മതി, അത് മതി. ആ ഒരു കാര്യത്തിൽ നീ ഉറച്ച് നിന്നാൽ മതി. പിന്നെ ഇവിടെ പുതിയ കട തുടങ്ങുന്ന കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞില്ലേ? ഇല്ല, പൂർണ്ണ രഹസ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ നടത്തിയത്. ഇനി ഏതെങ്കിലും ഒരു കട തുടങ്ങാൻ വരുന്നു എന്ന് അവൻ ആരെങ്കിലും മുഖേന അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ധർമ്മൻ്റെ കടയാണെന്നുള്ളത് അവൻ നാളെയേ അറിയും. പിന്നെ അതുമാത്രമല്ല, ദേവി വീട്ടിൽ നിന്ന് പോയൊരു ആദിയിലാണ്, ഏതാണ്ട് ഒരു മരിച്ച അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞത്. ചുറ്റുപാട് നടക്കുന്ന കാര്യമില്ലെന്നും അവനൊരു താല്പര്യമില്ല, ശ്രദ്ധക്കുറവുണ്ടേ. നാളെയാവും അറിയുന്നത്. ഇതറിയുമ്പോൾ ദേവമംഗലകാരുടെ ഞെട്ടൽ എൻ്റെ ഈ മനസ്സിൽ കാണാം. അതെ, അങ്ങനെ തന്നെ വേണം എന്ന് വിചാരിച്ചു. അയ്യോ അച്ചുവേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട് അച്ചുവേട്ടാ, ഈ കസേരയിലൊക്കെ ഞാനൊന്ന് ഇരുന്നോട്ടെ. ഉദ്ഘാടനം ആയില്ല, എന്നാലും ഞാൻ ഇരിക്കട്ടെ. അതിനെന്താടി, നീ ഇരുന്നോ, ഈ നിൻ്റെ കടയിലെ ധൈര്യമായിട്ടിരുന്നോ? ചോദിക്കുന്നത് എന്തിനാ? സുകന്യ കസേരയിൽ കറങ്ങുന്ന കസേരയിലേക്ക് ഇരുന്ന് ഗമേ അടിച്ചങ്ങി ഇനി മുതലാളി ചവൻ ഞങ്ങൾ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ അനുമോളെ വഴിയിൽ കാത്ത് നിൽപ്പുണ്ട് കേട്ടോ. ആര്യൻ ബൈക്കിൽ അനുമോളെയും കൊണ്ട് കോളേജിലേക്ക് പോകുന്ന വഴി ഇവൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ആര്യന് കാര്യമൊക്കെ മനസ്സിലായി. അനുമോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന്. കുറച്ച് ദൂരം മാറി നിന്നിട്ട് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഇറങ്ങാൻ പറയാം കേട്ടോ. അപ്പോൾ അനുമോൾ പറഞ്ഞു, വേണ്ട ഏട്ടാ പോവാം, നീ ഒന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞ് നേരെ അലോകിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്തിനാടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരെടാ നീ കാത്തു നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലോക് പറയാനുണ്ട്, ഞാൻ ആരെ കാത്തു നിൽക്കാൻ, ഇത് പബ്ലിക് റോഡാണ്, എനിക്കിഷ്ടമുള്ളവർ നിൽക്കും, നീ ആരാടാ ചോദിക്കാമെന്ന് പറഞ്ഞാൽ ആര്യനോട് തട്ടി കയറുകയാണ് കേട്ടോ. അത് ശരി, എൻ്റെ പെങ്ങളെ കാണാനല്ലേ നീ ഇവിടെ നിന്നത്? നിനക്കങ്ങനെ തോന്നിയോ? എങ്കിൽ അങ്ങനെ. എന്താടാ നീ കളിയാക്കണോ? കഴിഞ്ഞ തവണ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ എൻ്റെ പെങ്ങളെ ശല്യപ്പെടുത്തതെന്ന്, അവിടെ പിന്നാലെ നടക്കരുതെന്ന്. അതിന് ഞാൻ നിൻ്റെ പെങ്ങളെ ശല്യപ്പെടുത്തിയില്ലല്ലോ എന്ന് അലോക്. നീ നിൻ്റെ പെങ്ങളോട് ചോദിക്കുക, അവിടെ നിൽക്കണ്ടല്ലോ. അനു, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ എന്ന് എന്നോട് ചോദിക്കുക കേട്ടോ. എന്തിനാടാ നീ അവളോട് സംസാരിക്കുന്നത്? നീ എന്നോട് സംസാരിക്കടാ. എനിക്കും അനുവിനും ഇടയ്ക്ക് നിൻ്റെ ആവശ്യമില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് നേരെ അനുവിൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ അലോകം. അപ്പോഴത്തേക്കും ആരും ദേഷ്യം വരണം, എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് നീ ചെന്നാൽ നിന്നെ ഞാൻ ശരിയാക്കുന്നു. അനു, എനിക്ക് നിന്നോട് 5 മിനിറ്റ് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. നിന്റെ ചേട്ടൻ എന്താണ് ഈ സുഖേട്ടെന്ന് ചോദിക്കുക. ഞാനും അവനുമായിട്ട് യാതൊരു പ്രശ്നത്തിന് പോയിട്ടില്ല. 5 മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആര്യനോട് അനു പറയാണ്ട്, ആര്യ ചേട്ടാ അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ, ഇവനൊന്നും പറയില്ല, ഇവന് ഒരു വകയും പറയണ്ട. ആര്യ, അനുവിന് റെഡിയാണ്, നിനക്കെന്താ പ്രശ്നം? എടാ എനിക്ക് പ്രശ്നമുണ്ട്, നീ കാരണം അവളുടെ ജീവിതം എവിടം വരെ എത്തിയെന്നേ ഞങ്ങൾക്ക് അറിയാവോ. ഇവളെ പഴയ നിലയിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു നിനക്കറിയോ? പിന്നെ
ഇനി നീ അവളുടെ അടുത്ത് വരെയും വേണ്ട സംസാരിക്കേണ്ട. അനു, നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ച് നിന്നെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കി, അവരെ നീ ബ്ലോക്ക് ചെയ്തു. എടാ, നിന്നോടല്ലേ പറഞ്ഞത്? എടാ, നീ മാറ്, എനിക്ക് അവളോട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അനു ഒന്ന് കേൾക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് നിന്നത്. അത് കഴിഞ്ഞിട്ട് നീ പോക്കോ, ഞാൻ നിന്നെ ശല്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അനുമോളുടെ മുന്നിൽ. പക്ഷേ ആരെയും വീണ്ടും ദേഷ്യം. 5 മിനിറ്റല്ല, 1 മിനിറ്റ് പോലും നീ സംസാരിക്കരുത്. നീക്ക് പറയാനുള്ളത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഞാൻ പോകുന്ന വഴിയിൽ നിന്നെ കാത്ത് നിൽക്കരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനു പറയാണ്. ദേ കേട്ടല്ലോ, അവൾ പറഞ്ഞത് കേട്ടല്ലോ. ഇനി നീ അവളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇനി നാക്കുകൊണ്ടായിരിക്കില്ല, കൈ കൊണ്ടായിരിക്കും. നീ ആരടാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? നീ അങ്ങ് ഓവറാവല്ലേ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. എൻ്റെ അനുവിൻ്റെ ഇടയിൽ നീ ആരടാ? ഞാനാരാന്നോ? അവളുടെ സഹോദരൻ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് നിന്നത്. കഴിഞ്ഞ തവണ ആവശ്യമില്ലാത്ത പറഞ്ഞത് നീയാണ്. അപ്പോഴും ഞാൻ ഒന്നും പറയാതെ ക്ഷമിച്ചു. എപ്പോഴും ഞാൻ അങ്ങനെ ആവണമെന്നില്ല. ഞാനും പ്രതികരിക്കും. പ്രതികരിക്കടാ, നിന്നോട് പ്രതികരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അപ്പോൾ ഉടനെ അലോക് പറയാം, ഞാൻ പ്രതികരിക്കും, അതിന് നിൻ്റെ അനുവാദമൊന്നും വേണ്ട. എന്നാൽ പിന്നെ നീ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യടാ. നീ ആരടാ എന്ന് പറഞ്ഞുകൊണ്ട് അലോക് 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിട്ടോ. ഷട്ടിൽ കുത്തി പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, ദേ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പറഞ്ഞതാണ് മിണ്ടാതിരിക്കാൻ. അലോകെ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നിന്നെ കാണണ്ട, സംസാരിക്കേണ്ടത്. പിന്നെ എന്തിനാണ് നീ വരുന്നത്? നീ പൊക്കോ. ആര്യം ചേട്ടാ വന്നേ, നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാം കേട്ടോ. അപ്പോഴത്തേക്കിനും ആര്യം പറയടാ, നീ എൻ്റെ കയ്യിൽ നിന്നിട്ട് തീരണമെന്ന് നീ വാശി പിടിക്കരുതടാ അലോകെ എന്ന് പറയാണ്ട. അലോക് ചമ്മി നാറി വീണ്ടും അവിടെ നിൽക്കാനോടോ. വാശി, പഴയ സ്വഭാവം ഉള്ളിനകത്തുണ്ടല്ലോ, അത് അലോകിൻ്റെ പുറത്ത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് സ്വന്തമായിട്ടിരുന്ന് ഇവർ പോയി കഴിയുമ്പം ഇവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ അലോക് പറയാം, അലോകിന് ഒരു പ്രശ്നവും ഇല്ല, പ്രശ്നം ആര്യനാണ്, ഞാൻ തീർത്ത് തരാടാ എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണ് അവരങ്ങ് പോണത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് മീനാക്ഷി ഒരു ഓട്ടോയിൽ ചെന്ന് ഇറങ്ങാൻ കേട്ടോ. മീനാക്ഷിയെ കാണുന്നതും പെട്ടെന്ന് ഉദയഭാനു പേടിച്ച് വിറച്ച് മുറിക്കാത്തിട്ട് യോ മീനാക്ഷിയോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങ് പോവാണ്. മീനാക്ഷി നേരെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉദയഭാനു പഴയ പോലെ തന്നെ മുണ്ടും ഷർട്ടും തലയിൽ വിക്കും എല്ലാം വെച്ച് മീനാക്ഷിയുടെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. മോൾ ഓഫീസിൽ നിന്ന് വരുവാണോ? ഇരിക്കും മോളെ എന്നെല്ലാം പറയാട്ടോ. അപ്പോൾ തന്നെ ശ്രീകല ഓടി വന്നിട്ട് ഉദയഭാനുവിൻ്റെ തലയിലിരുന്ന് വിഗ് എടുത്ത് വലിച്ച് ഒരൊറ്റ ഏറ് കൊടുക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ മനുഷ്യ? അല്ല, ഞാനേ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. പഴയ ഓർമ്മയ്ക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. എന്തായാലും മീനാക്ഷി മൊക്കെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അപ്പോഴത്തേക്കിനും ദേവിയും അങ്ങോട്ട് വരുവാണ് കേട്ടോ. മീനാക്ഷിയെ കണ്ടുകൊണ്ട് ദേവിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. മീനാക്ഷിയെ കണ്ടപ്പോൾ തന്നെ മീനു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ അടുത്തേക്ക് നമ്മുടെ മീനു അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. നീ വന്നുവല്ലോ, എനിക്ക് സമാധാനമായി എന്നും പറഞ്ഞ് അവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ ദേവിയാണെങ്കിൽ അങ്ങോട്ട് പൊട്ടിക്കരയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പം സ്ത്രീകളേക്ക് തീരെ പിടിക്കണില്ല. പക്ഷേ ഉദയഭാനുവിന് ചെറിയ അനുകമ്പയൊക്കെ തോന്നുകയാണ്. അപ്പം പെട്ടെന്ന് ദേവി പറഞ്ഞിട്ട്, മോളെ ഞാൻ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയത്, എനിക്ക് ദേവമംഗലത്തേക്ക് തിരിച്ച് വന്നേ പറ്റൂ, എനിക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നില്ല മീനു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കരഞ്ഞു തുടങ്ങിയിട്ടോ. നമ്മുടെ ദേവിയും ഏട്ടത്തി കുറച്ച് കാലോടെ ക്ഷമിച്ചേ പറ്റുള്ളൂ, കാര്യങ്ങളൊക്കെ ഒരു രമ്യതയിലായിട്ട് മാത്രമേ തിരിച്ച് വരുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുള്ളൂ മീനു എന്നും പറഞ്ഞ് വീണ്ടും കരയുക. ഏട്ടത്തി ചെയ്തത് അമ്മ അത്ര വേഗം മറക്കില്ല. എനിക്കും മിത്രയ്ക്കും ഏട്ടത്തിയും നിർബന്ധിച്ചാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആനന്ദേട്ടനും അമ്മയ്ക്കും അതത്ര പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എങ്ങനെയെങ്കിലും എൻ്റെ അവസ്ഥ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മോളെ എന്നും പറഞ്ഞിട്ട് കരയാ. എടി ദേവി, നീ എന്തിനാടി കിടന്നുകൊണ്ട് കെഞ്ചുന്നത്? അതിനു വേണ്ടി നമ്മൾ എന്ത് തെറ്റാടി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് ചാടാൻ തുടങ്ങിട്ടോ. ഉദയഭാനു പറഞ്ഞിരുന്നു മിണ്ടാതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. മീനാക്ഷി പറഞ്ഞു, ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഏട്ടത്തി കൊണ്ട് ഇത്രയും കാലം പറയിപ്പിച്ച കള്ളങ്ങളൊക്കെ ശരികളാണെന്നോ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? ആണോന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഈ കോടികളുടെ ബിസിനസ്സും വിദേശത്തുള്ള കാര്യങ്ങളും ഓസ്ട്രേലിയ മൗറീഷ്യസും ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പം ശ്രീകല പറയാം, അത് പിന്നെ മീനാക്ഷി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി, ദേവമംഗലത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് പണം ചോദിച്ചിട്ടോ സ്വർണ്ണം ചോദിച്ചിട്ടോ അവരതൊന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ഇവരോടൊക്കെ തട്ടിക്കയറി സംസാരിക്കാനുണ്ട്. എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.